ഇതാ ഒരു വാതിൽ ദൈവം നിങ്ങൾക്കായി തുറക്കുന്ന സമയം. ദൈവം ഒരു വാതിൽ തുറക്കും. അതൊന്ന് വിശ്വസിക്കാമോ? ദൈവം ഒരു വാതിൽ തുറക്കും. എന്നെ കേൾക്കുന്ന വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതാണ് ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ ഇതാ സ്ഥാപിച്ചിരിക്കുന്നു. അതാർക്കും പൂട്ടാൻ കഴിയില്ല. ഒരുപാട് വഴികളും വാതിലുകളും നമ്മുടെ അനുഭവത്തിലുണ്ട്. അതൊക്കെ പലതും പൂട്ടിപ്പോയി, പലതും നമുക്കത് വിഷമവും നിരാശയും തന്ന വാതിലാണ്. പക്ഷേ ഈ വാതിൽ അങ്ങനെയല്ല. ഇത് ദൈവം നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ട് സ്ഥാപിച്ചിരിക്കുന്ന, മറ്റൊരാൾക്ക് പൂട്ടാൻ കഴിയാത്ത വാതിലാണ്. അങ്ങനെ ഒരു വാതിൽ തുറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ചിലർ പറയാറില്ലേ, ഒത്തിരി പേരുടെ പ്രാർത്ഥനാ നിയോഗമാണ്, ദൈവം ഒരു വാതിൽ തുറന്നിരുന്നെങ്കിൽ, ദൈവം എന്നെ ജീവിതത്തിൽ ഒരു വാതിൽ തുറന്നായിരുന്നെങ്കിൽ. അങ്ങനെയെങ്കിൽ ആ നിയോഗം മുഴുവൻ ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിലെ ഇന്നും ജീവിക്കുന്ന ദൈവസാന്നിധ്യത്തിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, സ്തുതിക്കുകയാണ്. സ്തുതിക്കുമ്പോൾ ദൈവം ആ ഒരു സ്തുതിപ്പിൻ്റെ ഭാഗമായി ഒരു വാതിൽ തുറക്കും. ഇന്നലത്തെ ആരാധനയിൽ പറഞ്ഞൊരു വാക്യം ഓർമ്മയുണ്ടോ? പൗലോസും ശീലാസും സ്തുതിച്ചപ്പം ചങ്ങലകൾ പൊട്ടിയെന്ന് മാത്രമല്ല, അവരുടെ മുമ്പിൽ അടച്ച് പൂട്ടിയ വാതിൽ, അത് ജയിലിൻ്റെ വാതിൽ, നമ്മുടെ വീടിൻ്റെ മുറികളിൽ സ്ഥാപിച്ചിരിക്കുന്ന നോർമൽ വാതിലല്ല, ഒരു ജയിലിൽ സ്ഥാപിച്ചിരിക്കുന്ന വാതിൽ. അത് ഇടിച്ചാലും കുത്തിയാലും ഒന്നും പെട്ടെന്നൊന്നും ആർക്കും തകർത്ത് പുറത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത അത്ര ശക്തിയുള്ള വാതിലാണ്. ആ വാതിലിനെ വരെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം തുറന്നു തന്നു. ദൈവം ഒരു വാതിൽ തുറക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് അല്പം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ ജീവിതത്തെ കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥമൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് സകല രക്തസാക്ഷികളോടും സകല വിശുദ്ധരോടും ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് ഈ ആരാധനയിൽ ഇന്നും ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ചേർത്ത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിർത്തിക്കൊണ്ട് ഈ ആരാധനയിൽ നിങ്ങളുണ്ട്. ഈ ആരാധന നിങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. എല്ലാം സമർപ്പിച്ച് സ്തുതിക്കുമ്പോൾ ദൈവം ഒരു വാതിൽ തുറക്കും. എത്രയോ പേര് നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ശരിയാകില്ല, ഇനി ഒരു വാതിൽ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് വിഷമമൊന്നും വിചാരിക്കണ്ട, ഞാനത് പറയുന്നതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്, എല്ലാ വഴികളും അടഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നീ അതങ്ങ് ഉൾക്കൊള്ളുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലല്ല ദൈവത്തിൻ്റെ കൃപയും ശക്തിയും പ്രവർത്തിക്കുന്നത്. ദൈവം ഒരു വാതിൽ തുറക്കും. എത്ര അടഞ്ഞിരിക്കുന്നതാണേലും അത് വിശ്വസിച്ച് ഒന്ന് കണ്ണുകൾ സാധിക്കുമെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് അടച്ച് വിശ്വാസത്തിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബത്തെയും ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വാതിൽ ഇവർക്കായി അങ്ങ് തുറക്കണമേ. അനുഗ്രഹത്തിന്റെ ഒരു വാതിൽ തുറക്കണമേ. സൗഖ്യത്തിന്റെ ഒരു വാതിൽ തുറക്കണമേ. വിടുതലിന്റെ ഒരു വാതിൽ തുറക്കണമേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു വാതിൽ ഇവർക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ഏത് ശക്തിയോ ഏത് സാന്നിധ്യമോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയെ അടച്ച് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം ആ അടച്ച് പൂട്ടിയ വഴികളെ തകർത്ത് ദൈവം ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം മറ്റൊരു വാതിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കാൻ പോകുന്നു. ദൈവം ഒരു വാതിൽ തുറക്കും. ദൈവം ഒരു വാതിൽ തുറക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റുപറയുന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു. അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.